ഒരു വല്ലാത്ത രീതിയിൽ, കണ്ടാൽ ആളല്ല എന്ന് തോന്നത്തക്ക രീതിയിൽ അദ്ദേഹം ഈ പെരുമഴക്കാലത്ത് അദ്ദേഹത്തിന് വീട്ടിൽ കിടക്കുകയാണ്. കൂലിപ്പണിക്കാരനാ. കഴിഞ്ഞ 2 ആഴ്ചയായി അദ്ദേഹത്തെ നോക്കുവാൻ സ്നേഹിതന്മാർ ആരും വന്നില്ല, അയൽക്കാർ ആരും വന്നില്ല. ഇന്നലെ വരെ ഷെയർ കൂടി ആളുകളുണ്ടായിരുന്നു, ഇന്നലെ വരെ തന്റെ കൂടെ പണിയെടുത്തവരുണ്ടായിരുന്നു, ഇന്നലെ വരെ തനിക്ക് പലതും പറഞ്ഞു കൊടുത്ത ഒത്തിരി ആളുകളുണ്ടായിരുന്നു. 2 ആഴ്ചയായി അദ്ദേഹം കിടന്ന കിടപ്പിൽ കിടക്കുകയാണ്. അദ്ദേഹത്തെ നോക്കുവാൻ ആരുമില്ല. ഈ സംഭവം നിങ്ങൾക്കുമുള്ളതാ. പണമുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ കൂട്ടുകാരുണ്ടാകും. നമുക്കൊന്ന് കിടന്നു നോക്കണം, നമ്മെ സഹായിക്കാൻ ആരും വരത്തില്ല. ഇന്നലെ വരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ കൂട്ടുകാർ, ഇന്നലെ വരെ നിങ്ങളെ ഉണ്ടായിരുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ കണ്ടിട്ടും കാണാതെ പോകും. അതുകൊണ്ടാണ് ഈ രാവിലെ നിങ്ങളോട് പറയുന്നത്, മദ്യപാനത്തോട് ടാറ്റ പറയൂ. ഇനി മദ്യം വേണ്ട. സുബോധത്തോടും സ്നേഹത്തോടും സന്തോഷത്തോടും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കൂ. നിങ്ങൾക്കൊരു വ്യക്തിത്വം ഉണ്ടാകട്ടെ, നിങ്ങളുടെ വാക്കിനൊരു വിലയുണ്ടാകട്ടെ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. തമസ്, ഇരുട്ടാണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇരുട്ടുള്ളിടത്തോളം കാലം മാന്യമായി ജീവിക്കുവാൻ സാധിക്കുകയില്ല. എന്റെ പ്രഭാഷണം കേൾക്കുന്ന സ്നേഹിത, താങ്കളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ പ്രഭാതത്തിൽ സംസാരിക്കുന്നു. ഇന്നു മുതൽ താങ്കൾ കുടിക്കരുത്. പണിക്ക് താങ്കൾ പോകുവാൻ ഒരുങ്ങി നിൽക്കുകയല്ലേ? പണിക്ക് സന്തോഷത്തോടെ പോകും. വൈകുന്നേരം നേരത്തെ വീട്ടിലേക്ക് വരണം കേട്ടോ. ആരോടും സംസാരിച്ചു നിൽക്കണ്ട, ആരോടും നിങ്ങൾ ഒരു കൂട്ടിനും പോകണ്ട, ആരോടും ഒരു ഷെയറിനും പോകണ്ട. ജോലി കഴിഞ്ഞ വേളയിൽ ഇന്ന് രാവിലെ എന്തൊക്കെ സാധനം വാങ്ങണമെന്ന് ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ചോദിച്ചറിഞ്ഞ് നിങ്ങൾ സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്ന ഹൃദയവുമായി, പുഞ്ചിരിക്കുന്ന മുഖവുമായി നിങ്ങൾ നിങ്ങളുടെ ഭവനം വിട്ടു പോകൂ. വൈകുന്നേരം ആകുമ്പോൾ കിട്ടിയ പണവുമായി, അവർ പറഞ്ഞ ലിസ്റ്റിൽ അവർ തന്ന ലിസ്റ്റിന്റെ സാധനവുമായി സന്തോഷത്തോടെ നിങ്ങൾ വീട്ടിലേക്ക് ഇന്ന് വരണം. ഇന്നത്തോടുകൂടി മദ്യപാനത്തോട് നിങ്ങൾ ടാറ്റ പറയണം. നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകട്ടെ. നിങ്ങളെ കണ്ടു വളരുന്ന ഒരു തലമുറയുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. രാവിലെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരേണ്ട ദൈവവചനമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പ്രകാശം, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന നിത്യപ്രകാശമായ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിൽ ഒരു മനുഷ്യൻ എപ്പോഴാവുന്നുവോ അന്ന് മാത്രമേ അവൻ ഇരുട്ട് അവനിൽ നിന്ന് മാറുകയുള്ളൂ. ഇരുട്ട് മാറണമെങ്കിൽ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് രക്ഷിതവുമായി സ്വീകരിക്കണം. ഇതൊരു മതത്തിന്റെ പ്രസംഗമല്ല, ഇതൊരു മാർഗമാണ്. ഈ രാവിലെ ഒരു മാർഗത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. ഈ ഒരു മാർഗം ക്രിസ്തു മാർഗം എന്നുള്ള മതമല്ല, ക്രിസ്തു മാർഗത്തെ കുറിച്ച് നിങ്ങളോട് പറയുന്നു. ക്രിസ്തു ഒരു മനുഷ്യന്റെ അകത്തേക്ക് വരുമ്പോൾ അവൻ ഇരുട്ട് മാറുന്നു, അവൻ പ്രകാശമുള്ളവനായി മാറുന്നു. ഈ പ്രകാശമുള്ള മനുഷ്യരോടുള്ള ബന്ധത്തിൽ ഇന്ന് രാവിലെ ഒരു ദൈവത്തിന്റെ വചനം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാനായി താല്പര്യപ്പെടുകയാണ്. നിങ്ങളുടെ സജീവമായ ശ്രദ്ധ ഈ രാവിലെ ഈ ടെലിവിഷനിലേക്ക് ഞാൻ വീണ്ടും ചോദിക്കുന്നു. ബൈബിളിൽ സെഖരിയ പ്രവചനം 3-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. ആ ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന്റെ മഹത്വമായിരിക്കും. രാവിലെ ദൈവത്തിന്റെ വചനം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുമ്പോൾ ഈ പ്രവചന വാക്യത്തിലെ ഒരു വാക്യം പിന്നെ ഉദ്ധരിക്കുകയാണ്. സർവശക്തനായ ദൈവം തന്റെ ജനത്തെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നു, ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന് മഹത്വമായിരിക്കും. ഇത് പറഞ്ഞാൽ ദൈവത്തിന് എവിടെ മഹത്വം പെടുത്തുവാൻ നിങ്ങൾ ആരംഭിക്കുന്നുവോ, അല്ലെങ്കിൽ ദൈവത്തിന് എവിടെയൊക്കെ നിങ്ങൾ മഹത്വം കൊടുക്കുന്നുവോ അതിന് ചുറ്റും ഈശ്വരൻ തീമതിലായിരിക്കും. നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ഉപജീവന കാര്യങ്ങളിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ, നിങ്ങളുടെ ഭാര്യയിൽ, നിങ്ങളുടെ ഭർത്താവിൽ, നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ദൈവം ദാനമായി തന്നിട്ടുണ്ടോ അതിനൊക്കെ നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുമെങ്കിൽ ഈ രാവിലെ ദൈവം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ചുറ്റും തീമതിലായിരിക്കും. ദൈവത്തിന് തീമതിൽ നിങ്ങൾക്ക് വേണമോ? ഞാൻ എന്ന ഭാവം കളയുക. ഞാൻ നേടി, ഞാൻ സമ്പാദിച്ചു, ഞാൻ ഉണ്ടാക്കി, ഞാൻ എന്ന പദം കളയൂ. ദൈവത്തിന് സ്ഥാനം വരട്ടെ, ഈശ്വരന് സ്ഥാനം വരട്ടെ. നിങ്ങൾ എന്തെങ്കിലും ഈ ജീവിതത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നോ? നിങ്ങൾ ഈ ലോകത്ത് ജനിച്ചപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നോ? ഒന്നും കൊണ്ടുവന്നില്ലല്ലോ. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോകുമോ? നിങ്ങളൊന്നും കൊണ്ടുപോയില്ലോ. സ്നേഹിത, ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സർവശക്തനായ ദൈവം തന്ന ദാനമോ. അത് നിങ്ങൾ ഒന്നാമത് ഓർക്കണം. ഞാൻ എന്ന ഭാവം ഇന്നത്തോടു കൂടെ നിങ്ങൾ വിടണം.
ദൈവത്തിന്റെ കൃപയാ, ദൈവത്തിന്റെ അനുഗ്രഹമാ, ദൈവത്തിന്റെ കൃപയാണ് എന്നുള്ള ബോധ്യം നിങ്ങളിലേക്ക് രാവിലെ വരട്ടെ. വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവത്തിന് എവിടെ സ്ഥാനം കൊടുക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് എവിടെ മഹത്വം കൊടുക്കുന്നു, അതിന് ചുറ്റും ദൈവം തീ മതിലായിരിക്കും. പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന ഒരു ഭക്തനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു. യോബിന്റെ പുസ്തകമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ചിന്ത. ഭയങ്കര പണക്കാരനായിരുന്നു, ഒരു വലിയ കോടീശ്വരനായിരുന്ന ഒരു യഥാർത്ഥ ഭക്തൻ. അദ്ദേഹം നല്ല പ്രൗഢിയോടെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. അദ്ദേഹത്തിന് ആടുമാടുകളും കൃഷി സമ്പത്തുകളും മൃഗസമ്പത്തുകളും പുത്ര സമ്പത്തുകളും എല്ലാം ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് വരുവാനാൾ, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകുവാനാൾ, അങ്ങനെ നല്ല പ്രതാപിയായി പ്രൗഢിയോടെ ജീവിച്ചിരുന്ന ഒരു അനുഗ്രഹീതനായ ഭക്തനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നു. ആ ഭക്തന് സമ്പത്തുണ്ടായിരുന്നു, ദാസീദാസന്മാരുണ്ടായിരുന്നു, സകലമുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ എന്ന ഭാവം ആ മനുഷ്യനുണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് ചരിത്രം പറയുന്നത്. 1,45,500 രൂപയുടെ ആസ്തി അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. BC-യിലെ കാര്യമാണ് ഞാൻ നിന്നോട് പറയുന്നത്. അന്ന് 1,45,500 രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന ആ ഭക്ത ശിരോമണി ഒരിക്കൽ പോലും തന്റെ ജീവിതത്തിൽ ഞാൻ എന്ന ഭാവം പറഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബൈബിളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യോബിനെ കുറിച്ച് പ്രതിയോഗിയായ, ശത്രുവായ, ഇരുട്ടിന്റെ അധിപതിയായ ദുഷ്ട പിശാച് സർവശക്തനായ ദൈവത്തോട് യോബിനെ കുറിച്ച് പറയുന്നു, ദൈവമേ, നീ യോബിന് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിട്ടില്ലയോ? അതെ, ഇരുട്ട് മാറണമെങ്കിൽ ദൈവം നിന്നിൽ പ്രകാശിക്കണം. ദൈവം യേശു ക്രിസ്തു ഒരു മനുഷ്യന്റെ അകത്ത് വരുമ്പോൾ അവൻ പ്രകാശരൂപിയായി മാറുന്നു. പ്രകാശരൂപിയായി മാറുമ്പോൾ അവന് ചുറ്റും ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകുന്നു. പ്രകാശം ഒരുത്തനിൽ വരുമ്പോൾ അവന് ദൈവിക സംരക്ഷണം ഉണ്ടാകുന്നു എന്നാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നത്. ദൈവിക സംരക്ഷണം വേണമോ? ദൈവിക സൂക്ഷിപ്പ് വേണമോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പല സ്ഥലത്ത് പഠിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ പല ബിസിനസ്സുകൾ അവിടെ ഇവിടെയും നടക്കുന്നുണ്ടായിരിക്കാം. അതിനൊക്കെ ദൈവിക സംരക്ഷണം വേണമെങ്കിൽ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ഇരുട്ട് മാറട്ടെ. നിങ്ങളിലേക്ക് സത്യപ്രകാശമായ യേശു ക്രിസ്തു ഇന്ന് രാവിലെ ഉദിക്കട്ടെ. യേശു നിങ്ങൾ ഉദിക്കുമ്പോൾ നിങ്ങൾ ഇരുട്ട് മാറി നിങ്ങൾ പ്രകാശ രൂപിയായി മാറുന്നു. യേശുവിന്റെ പ്രകാശ വലയത്തിനകത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ പുത്ര സമ്പത്തുകളും നിങ്ങളുടെ കൃഷി സമ്പത്തുകളും നിങ്ങളുടെ വാഹന സമ്പത്തുകളും നിങ്ങളുടെ ഉപജീവന മാർഗങ്ങളെല്ലാം അവൻ നിങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടും. അവൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം. യേശു ഒരുത്തിൽ വസിച്ചാൽ യേശു അവനെ സംരക്ഷിക്കും. തമസ്, ഇരുട്ട് മാറട്ടെ. താങ്കളിലേക്ക് ഒരു പ്രകാശം ഈ രാവിലെ ഉദിക്കട്ടെ. വായിച്ച ദൈവം എങ്ങനെയാണ്? ഞാൻ അതിന് ചുറ്റും തീ മതിലായിരിക്കും. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ തകർക്കുവാനായി ഒരുപക്ഷെ ഒത്തിരി ശത്രുക്കൾ നിങ്ങൾക്കെതിരെ വന്നിരിക്കാം. നിങ്ങളുടെ ബിസിനസ്സിനെ പരാജയപ്പെടുത്തുവാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തകർക്കുവാൻ, നിങ്ങളുടെ ഉയർച്ചയെ തകർക്കുവാൻ ഒത്തിരി ശത്രുക്കൾ അവിടെ നിന്നും പല പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കാം. എന്നാൽ ഇന്ന് രാവിലെ ദൈവത്തിന് ദാസൻ എന്ന നിലയിൽ ദൈവത്തിന്റെ വചനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഒരു അനർത്ഥവും നിങ്ങൾക്ക് വരികയില്ല, ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തിൽ അടുക്കുകയില്ല. നിങ്ങളെ കാക്കുവാൻ ദൈവം തന്നെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവിക സംരക്ഷണം വേണമെങ്കിൽ ഒരേ ഒരു കാര്യം, ജീവന്റെ പ്രകാശമായ, ലോകത്തിന്റെ പ്രകാശമായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നാഥനും കർത്താവുമായി നിങ്ങൾ സ്വീകരിക്കണം. യേശുവിനെ സ്വീകരിക്കുന്ന, യേശു അകത്തുള്ള സകലരെയും അവൻ സംരക്ഷിച്ചിരിക്കും. നിങ്ങൾക്ക് ചുറ്റും ദൈവത്തിന് തീവ്രമുണ്ടായിരിക്കും. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാനായി പോകുക. ഇരുട്ട് മാറട്ടെ. മദ്യപാനിയെ സ്നേഹിത, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ നോക്കൂ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കൂ. ദയവായി മദ്യപാനത്തെ ഉപേക്ഷിക്കും. നിങ്ങളൊരു പുതിയ തീരുമാനമെടുക്കൂ. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയായിരിക്കും. താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടും. ഞങ്ങൾ നിർബന്ധമായും നിശ്ചയമായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും. നിങ്ങൾക്ക് ഇതിനൊരു പരിഹാരം തരുവാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ശക്തനാണ്, യേശു സർവശക്തനാണ്. യേശുവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. എത്രയോ മദ്യപാനം മാറ്റിയ സംഭവങ്ങൾ എനിക്ക് നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്താനുണ്ട്. എത്രയോ രോഗികളെ സൗഖ്യമാക്കിയ ചരിത്രങ്ങൾ എനിക്ക് നിങ്ങളുടെ മധ്യയെ പരിചയപ്പെടുത്താനുണ്ട്. യേശു ജീവിക്കുന്നു. ഒരു അസാധ്യമായിട്ട് ഒന്നുമില്ല. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നു.